രചന ഗംഗോത്രി. ഭാഗം 84. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മുന്നിലിരുന്നയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി വിഷ്ണുവിനോട് ചോദിച്ചു. ഏയ് ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും കൊട്ടേഷൻ വർക്കുകൾ വരുമ്പോഴാണ് എല്ലാവരും പരസ്പരം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ പരിചയമൊന്നുമില്ല. അയാൾ ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നിലൂടെ ആരും വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾക്കൊരാശ്വാസം തോന്നി. ആരും തങ്ങളെ ഫോളോ ചെയ്യുന്നില്ല. വിഷ്ണു ലൈവ് ലൊക്കേഷൻ ഓൺ ചെയ്തിരുന്നു. അതെല്ലാം കാവേരിക്കും കാവ്യയ്ക്കും കാഞ്ചനയ്ക്കും ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഗംഗയും കാർത്തിയും SP ഓഫീസിലെ ഒരു മുറിയിലിരിക്കുകയാണ്. ഏകദേശം 70 വയസ്സ് പ്രായമുള്ള ഒരാൾ അങ്ങോട്ട് വന്നു. വാ വാ മോഹനേട്ടാ, ഇരിക്കെ. അദ്ദേഹം അവരെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ചിരിച്ചു. സുഖല്ലേ മോഹനങ്കൾ? ഗംഗ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതേ കുഞ്ഞെ, ഇങ്ങനെ അങ്ങ് പോകുന്നു. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനല്ല നോക്കുന്നത്. വയ്യ മോളെ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. അങ്കിൾ, ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ കുടുംബത്ത് ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പപ്പയെ ഒരാൾ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ഞാൻ ചെന്നാലേ പപ്പയെ വിടൂ. അതിനു മുമ്പ് അയാളെക്കുറിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്കിൽ മാത്രമേ പപ്പയെ രക്ഷിക്കാൻ കഴിയൂ. അങ്കിൾ അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയില്ലേ? ഗംഗ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ മോക്കറിയേണ്ടത്? എന്തായാലും ചോദിച്ചോ. അങ്കിൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാം. സാറിനെ കൊണ്ടുപോയത് ഞാനും അറിഞ്ഞു. തിരികെ കിട്ടാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. കാർത്തി വീഡിയോ ഓൺ ചെയ്തു. അങ്കിളിന് റാവുത്തറെ അറിയില്ലേ? കാർത്തി ചോദിച്ചു. റാവുത്തർ? മോഹനൻ അല്പം വിറയലോടെ ചോദിച്ചു. പിന്നെ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവരെ നോക്കി. അടുത്തടുത്ത കുടുംബങ്ങളായിരുന്നു മൊയ്തീൻ കുടുംബവും കളരിക്കൽ കുടുംബവും. മോളുടെ അമ്മയുടെ ഫാമിലിയെ കളരിക്കൽ കുടുംബം പഴയ ജന്മികളാ. മൊയ്തീൻ കുടുംബവും മോശമല്ല. കാരണവന്മാർ തമ്മിൽ ചില അതിരുവഴക്കുകളുണ്ടായിരുന്നു. പക്ഷെ അടുത്ത തലമുറയായപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായി. മൊയ്തീൻ കുടുംബത്തിൽ 3 ആണുങ്ങളും കളരിക്കൽ കുടുംബത്തിൽ 3 പെണ്ണുങ്ങളുമാ. അവരെല്ലാവരും നല്ല കൂട്ടായിരുന്നേ. റാവുത്തറായിരുന്നു അവിടുത്തെ മൂത്ത മകൻ. കളരിക്കലെ ഇളയ മകൾ രഞ്ജിനിയും. എന്തോ ആ സമയത്ത് റാവുത്തറിന് ആ കൊച്ചിനോടൊരിഷ്ടം തോന്നി. പക്ഷെ ആ കൊച്ചു കൂടപ്പുറപ്പുകളെ പോലെ അവരെ കണ്ടിരുന്നതേ. ഒരിക്കൽ റാവുത്തറിൻ്റെ വീട്ടിൽ അയാളുടെ 2ാമത്തെ സഹോദരൻ എന്തോ ബിസിനസ് ചെയ്ത് ഒരുപാട് കടം വരുത്തി വെച്ചു. അപ്പോൾ കളരിക്കൽക്കാരാ സഹായിച്ചത്. ഒടുവിൽ അവിടുത്തെ മൂത്ത മകളുടെ കല്യാണ സമയത്ത് രഞ്ജിനിയുടെ അച്ഛൻ നമ്പ്യാർ സാർ ആ കാശ് തിരിച്ചു ചോദിച്ചു. അവർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, കല്യാണം മുടക്കാനും ശ്രമിച്ചു. കൊടുത്തതിന് രേഖയൊന്നുമില്ല പോലും. കല്യാണം നടത്താനും അവർ സമ്മതിച്ചില്ല. ഒടുവിൽ മറ്റാരുടെയോ പേരിൽ റാവുത്തർ ആ സ്ഥലം വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി. റാവുത്തർ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ആദ്യം ഭൂമി കച്ചവടമായിരുന്നേ. നമ്മുടെ പക്കൽ നിന്ന് വാങ്ങിയ സ്ഥലം അയാൾ വലിയ വിലയ്ക്ക് കൊടുത്തു. അതിനുശേഷം മൂത്ത മകനായ റാവുത്തർ വേറെ സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങോട്ട് മാറി. അയാൾ കല്യാണം കഴിച്ചില്ല കേട്ടോ. 2ാമത്തെ മകൻ വിദേശത്തേക്ക് പോയി. ഇളയ മകൻ ഫാസിൽ ആ വീട്ടിലാ താമസേ. ആ വീടിന്ന സ്ഥലം മാത്രം നിർത്തി ബാക്കിയെല്ലാം അവർ വിറ്റിരുന്നു. ഫാസിൽ ഒരു സാധു മനുഷ്യനായിരുന്നേ. റാവുത്തർ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. അപ്പോഴും കളരിക്കൽ കുടുംബം നല്ല നിലയിലായിരുന്നു. ആ സമയത്ത് അവിടുത്തെ നമ്പ്യാർ സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് വീതമായി കിട്ടിയ സ്വത്തുകൾ കൂടി ലഭിച്ചു. അവിടെ ഉണ്ടായിരുന്നത് നമ്പ്യാർ സാർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തായിരുന്നേ. പിന്നീട് നമ്പ്യാർ സാറും സുമലത മാഡവും കൂടി ബിസിനസ് തുടങ്ങി. ആ സമയത്തൊക്കെ ഞാനായിരുന്നു അവിടുത്തെ കാര്യസ്ഥൻ. രഞ്ജിനി കുഞ്ഞ് പല സ്ഥലത്ത് നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. റാവുത്തർ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ആ കുഞ്ഞിനെ ശല്യം ചെയ്യും. ഒടുവിൽ കുഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞു, നമ്പ്യാർ സാർ റാവുത്തറെ കാണാൻ പോയി. റാവുത്തറും അയാളുടെ ആളുകളും ചേർന്ന് നമ്പ്യാർ സാറിനെ ഉപദ്രവിച്ചു. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയേ. രഞ്ജിനി മോളെ അയാൾക്ക് കൊടുക്കണം പോലും. അവളുടെ കല്യാണം നടത്താൻ റാവുത്തർ സമ്മതിച്ചില്ല.
കല്യാണം നടത്തണമെങ്കിൽ മോളെ ഒരു ദിവസം അവൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി വലിയ വഴക്കായി. നമ്പ്യാർ സാർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. റാവുത്തർ അപ്പോഴേക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ആ സമയത്തും ഫാസിലിനെയും കുടുംബത്തെയും നോക്കിയത് നമ്മുടെ നമ്പ്യാർ സാറാണ് കേട്ടോ. അയാളുടെ മകളെ പഠിപ്പിച്ചതും നമ്പ്യാർ സാറിൻ്റെ മരണശേഷം ആ കൊച്ചിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് സുമലത മാഡമായിരുന്നേ. മോഹനൻ പറഞ്ഞു നിർത്തി. ഇതങ്ങ് പൂർണ്ണമാകുന്നില്ലല്ലോ മോഹനേട്ടാ. എന്തൊക്കെയോ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. എങ്ങനെയാ ഈ ഗംഗയുടെ മുത്തശ്ശൻ മരിച്ചത്? മോഹനേട്ടനൊന്ന് പറഞ്ഞേ. അത് പിന്നെ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരിച്ചതാ. റാവുത്തർ പിന്നീട് അങ്ങോട്ട് വന്നിട്ടേയില്ല. മോഹനും പറഞ്ഞു. ഗംഗ പെട്ടെന്ന് 10 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എടുത്ത് മോഹനൻ്റെ മുമ്പിൽ വെച്ചു. മകൻ്റെ വീട് പണിയൊക്കെ നടക്കുകയല്ലേ, ഇരിക്കട്ടെ. അതോ ഇതിൽ കൂടുതൽ തുകയ്ക്കാണോ റാവുത്തർ മോഹനൻ അങ്കിളിൻ്റെ വിലക്കെടുത്തത്? ഗംഗ അതേ താളത്തിൽ ചോദിച്ചു. അദ്ദേഹം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ഫാൻ കൂട്ടണോ? മോളെ, അവിടുത്തെ ഉപ്പും ചോറും തിന്നാ ഞാൻ ഇത്രയും ആയത്. എനിക്ക് ആരെയും ചതിക്കണമെന്നില്ല. അതെന്താ ഗംഗ, നിന്റെ മുത്തശ്ശൻ ഇവർക്ക് കറിയൊന്നും കൊടുക്കാതിരുന്നത്? ഉപ്പ് മാത്രം കൂട്ടിയാണോ മോഹനേട്ടന് ചോറ് കൊടുക്കുന്നത്? അത് മോശമായിപ്പോയി. അതിൻ്റെ പ്രതികാരമാ മോഹനേട്ടൻ ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്പ്യാർ സാറിനെ കൊല്ലാൻ മോഹനേട്ടൻ കൂട്ടു നിൽക്കുവോ? പറയും മോഹനേട്ടാ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസല്ലേ. ഒരുപാട് ക്ഷമയൊന്നും എനിക്കില്ലെന്നേ, കാർത്തി പറഞ്ഞു. അങ്കിൾ പറയൂ. അങ്കിളിന് ഈ പ്രായത്തിൽ ഒന്നും സംഭവിക്കില്ല. ജാവേദ് മരിക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അമ്മയെ കൊന്നതും മുത്തച്ഛനെ കൊന്നതും എല്ലാം. അതിൻ്റെ സത്യം എനിക്കറിയണം. റാവുത്തറെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നോട് അവൻ ചെയ്തത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ എൻ്റെ അമ്മയോട് ചെയ്തത് ഞാൻ ക്ഷമിക്കില്ല. ഗംഗ ദേഷ്യത്തോടെ മോഹനൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത പേടി തോന്നി. തുടരും.